ഇപ്പോൾ ജെയ്ക് സി തോമസ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജെയ്ക്ക്, ഇപ്പോൾ എൻ പി സെക്യൂരിറ്റിയൊക്കെ സൂചിപ്പിച്ചതുപോലെ പഴയ കഴിഞ്ഞുപോയ കലാപങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും ചർച്ച ചെയ്യുക, പ്രത്യേകിച്ചും കഴിഞ്ഞ കാലം പോലെയല്ല ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളും അങ്ങനെ ചാപ്പയടിക്കലുമൊക്കെ ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ, മാറാട് പോലുള്ള വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ വീണ്ടും മണ്ഡലങ്ങൾ ഈ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നത് CPM-നെ സംബന്ധിച്ച് ഗുണകരമാണ് എന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയായൊരു നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് കക്ഷി രാഷ്ട്രീയ സങ്കുചിതത്വങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല. എനിക്ക് അത്ഭുതം തോന്നി. ചരിത്രത്തെ സംബന്ധിച്ചും ചരിത്രപരമായ ഓർമ്മകളെ സംബന്ധിച്ചും അനിതിരസാധാരണമായ അജ്ഞതയുള്ള ഒരാളല്ല ആദരണീയനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ NB ചെക്കുട്ടി. വർഗീയ കലാപങ്ങളെ സംബന്ധിച്ച് ഉള്ള ഓർമ്മകൾ നമ്മൾ പുതുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസംബർ 6 ബാബറിയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കാറുണ്ട്. ഗുജറാത്തിനെ സംബന്ധിച്ചും ഒറീസയെ സംബന്ധിച്ചും കാന്തമാലിനെ സംബന്ധിച്ചും മുസാഫർപൂറിനെ സംബന്ധിച്ചും മധുരയെ സംബന്ധിച്ചും ഡൽഹിയെ സംബന്ധിച്ചും നമ്മൾ കൂടെ ഓർമ്മിക്കാറുണ്ട്. ഓർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ സംഘടനയുടെ സങ്കുചിത രാഷ്ട്രീയത്തിന്റെ വിജയത്തിനോ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്ത്യൻ മതനിരപേക്ഷ സമൂഹം പൊതുവിൽ വർഗീയ കലാപങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ പുതുക്കുന്നത് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനം എന്ന നിലയിലാണ്. ഇവിടെ ബഹുമാനീയനായ AK ബാലൻ നടത്തിയ പ്രസ്താവനയെ എങ്ങനെയാണ് അദ്ദേഹം ചേർത്ത് കിട്ടാൻ നോക്കിയത്? നമ്മുടെ നാട്ടിൽ അപൂർവമെങ്കിലും അത്യപൂർവമായ വർഗീയ കലാപങ്ങളുടെ അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ 1 തലശ്ശേരിയുണ്ട്, 2 മാറാടുണ്ട്, പിന്നീട് മാറാടെ 2ാമത്തെ അനുഭവമുണ്ട്. അതിൽ തന്നെ ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ്? മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു, ന്യൂനപക്ഷ സമുദായ അംഗമായ കേരളത്തിലെ ഒരു വകുപ്പ് മന്ത്രി, ആ വകുപ്പ് മന്ത്രി മാറാട് സന്ദർശിക്കാൻ എത്തുമ്പോൾ അദ്ദേഹത്തെ ഭൂരിപക്ഷ വർഗീയതയുടെ ഇന്ത്യൻ തീവ്രവാദവുമായിട്ടുള്ള സംഘപരിവാരം തടയുന്നു. ഇദ്ദേഹം അങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ തിട്ടൂരത്തിന് വഴങ്ങി സംസ്ഥാന ക്യാബിനറ്റ് അംഗമായ ഒരു മന്ത്രി അങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് RSS പറയുമ്പോൾ അതിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന അന്നത്തെ കോൺഗ്രസ് നേതാവിനെയാണ്, അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ആ ജാഗരൂകമായ ഓർമ്മയാണ് നമ്മൾ പങ്കുവെച്ചത്. UDF പരിമിതികളോടുകൂടെ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ തലശ്ശേരിയും മാറാടും കേരളത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മുമ്പിൽ UDF കീഴടങ്ങിയിട്ടുണ്ട്. മുസ്ലിം നാമധാരിയാണ് എന്ന ഒറ്റ കാരണത്താൽ ലീഗിന്റെ നേതാവ് ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടിയെ ഞാൻ ഒന്നിടപെട്ടോട്ടെ. താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല ഇത് ചർച്ച ചെയ്യേണ്ടതെന്ന് താങ്കൾ പറഞ്ഞ ശേഷം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഒരു കക്ഷിയെ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് അവർക്കുള്ള ഇതിലുള്ള പങ്കിനെ കുറിച്ച് വിശദീകരിക്കാനാണ്. നമുക്കറിയാം, അന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് AK ആന്റണി അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ അപ്പോൾ സമാധാനം നിലനിർത്താൻ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകില്ലേ? അങ്ങനെ നമ്മൾ അതിനുശേഷം മാറാട് എന്തായാലും പലർക്കും പല രീതിയിലുള്ള തെറ്റുകൾ പറ്റിയെന്നൊക്കെ നമുക്കറിയാം. പിന്നീട് നമ്മൾ ഇനി അങ്ങനെ ഒരു കലാപം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത എന്നുള്ള നിലക്ക് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിലുള്ള പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത്. അങ്ങ് ദയവ് ചെയ്ത് അബദ്ധജടിലമായ സമീകരണം അങ്ങ് മെനക്കെടരുത്. കാരണം അങ്ങ് ഇപ്പോൾ പറയുന്നത് വർഗീയ കലാപത്തിന്റെ ഒരു മിത്തിയിൽ കൂടുതൽ ഇന്ധനം ഒഴിക്കാതിരിക്കാൻ വേണമെങ്കിൽ ലീഗ് നേതാവ് അങ്ങോട്ടേക്ക് വരേണ്ടതില്ല, അല്ലെങ്കിൽ ലീഗ് നേതാവായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ക്യാബിനറ്റ് അംഗം അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന സമീപനം AK ആന്റണി സ്വീകരിച്ചതായിരിക്കില്ല എന്നാണ് അങ്ങ് ചോദിച്ചത്. നമ്മൾ കാണേണ്ടത് എന്താണ്? അന്ന് കേരളത്തിൽ ഇടതുപക്ഷം, ഇനിയിപ്പോ അങ്ങനെ തന്നെ എടുക്കാം അങ്ങയുടെ വാദത്തെ സൂചിപ്പിച്ചുകൊണ്ട്, അന്ന് കേരളത്തിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തല്ലേ? ആദരണീയനായ എളമരം കരീമും VKC മുഹമ്മദ് കോയയും ആ നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായിരുന്നില്ലേ? കേരളത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്ന് മാറാടേക്ക് വന്നപ്പോൾ എളമരം കരീമും VKC മുഹമ്മദ് കോയയും അങ്ങോട്ടേക്ക് കടക്കാൻ പാടില്ല എന്ന് ഇതേ സംഘം പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരുടെ മുഖത്ത് നോക്കിയിട്ട് മാറി നിൽക്കടൂ എന്ന് പറഞ്ഞിട്ടാണ് മാറാടേക്ക് എളമരം കരീമിന്റെയും VKC മുഹമ്മദ് കോയയുടെയും കൈ പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ മാറാട് സന്ദർശിക്കുന്നത്. ഇതിന്റെ മുമ്പിൽ, വർഗീയതയുടെ മുമ്പിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്ത്? എന്നിട്ട് അന്നത്തെ CPM-ന്റെ സംഘത്തെയും അവിടുത്തെ ആളുകൾ തടയുകയും അവർക്ക് തിരിച്ചു പോകേണ്ടി വരികയും ചെയ്തില്ലേ? ഒരിക്കലുമില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത്, അന്നത്തെ CPM-ന്റെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സന്ദർശനത്തിനും മെനക്കെട്ടപ്പോൾ ഈ പറയുന്ന പേരുകാരുണ്ടാകാൻ പാടില്ല എന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയോട് ആജ്ഞാപിച്ചതുപോലെ അന്ന് RSS ആവശ്യപ്പെട്ടു. അവരുടെ തിട്ടൂരത്തിന് വഴങ്ങിയില്ല. അല്ലെങ്കിൽ അങ്ങ് സൂചിപ്പിച്ച AK ആന്റണി കാണിച്ച അസാധാരണമായ അവധാനത അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കാണിച്ചിരുന്നില്ല. കാരണം മാറാട് സന്ദർശിക്കുന്ന ആളുകളുടെ പേരിൽ നിലനിൽക്കുന്ന മതമല്ല പ്രശ്നം, മറിച്ച് വർഗീയതയ്ക്കെതിരെ സ്വീകരിക്കേണ്ട ജാഗ്രതയാണ് പ്രശ്നം. ആ നിലപാടാണ് അന്ന് CPM ഉയർത്തിപ്പിടിച്ചത്. ആ കാര്യത്തെ അനുസ്മരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ആവർത്തിക്കുന്നു, സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത്, മറിച്ച് വിശാലമായ അർത്ഥത്തിൽ കേരളം ഇന്ത്യൻ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ വർഗീയമായി വിഭജിക്കപ്പെടാൻ പാടില്ല.
വർഗീയ വിഭജനത്തിന്റെ ഭാഗമായിട്ട് കലാപശ്രമങ്ങളുടെ മുമ്പിൽ കേരളം കീഴടങ്ങാൻ പാടില്ല. അതിനെതിരെയുള്ള ജാഗരൂകമായ ഓർമ്മപ്പെടുത്തലാണ് ഉണ്ടായത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ജേക്ക് സി തോമസ് പ്രതികരിച്ചതിന്.